നമസ്കാരം. മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായതിനേക്കാൾ വലിയ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമാണ് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതു വോട്ടുകളിൽ ഉണ്ടായത്. കാലിനടിയിലെ മണ്ണൊലിച്ചു പോയത് എവിടെയൊക്കെയാണെന്നോ എത്രയൊക്കെയാണെന്നോ കണക്കെടുക്കാനാവാതെ കണ്ണു തള്ളി നിൽക്കുകയാണ് ജില്ലയിലെ ഇടതു നേതൃത്വം. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിക്കെതിരെ പടവെട്ടി മികച്ച പ്രകടനം പുറത്തെടുക്കാനെത്തിയതാണ് ഇടതുപക്ഷം. പക്ഷേ വയനാട്ടിലെ പല ബൂത്തുകളിലും ബി.ജെ.പിക്കും പിറകിലെന്ന കണക്കുകളാണ് ഇപ്പോൾ അവരുടെ ഉറക്കം കെടുത്തുന്നത്. പ്രിയങ്കയുടെ മിന്നും പടയോട്ടത്തെ തൊടാനായില്ലെന്ന് മാത്രമല്ല, താരതമ്യേന വളരെ ജൂനിയറായ ബി.ജെ.പിയുടെ പുതുമുഖം കോഴിക്കോട് നിന്നുള്ള നവ്യ ഹരിദാസിനേക്കാളും കുറഞ്ഞ വോട്ടുകളെ CPIയുടെ മുതിർന്ന നേതാവായ സത്യൻ മൊകേരിക്ക് പലയിടത്തും നേടാനായുള്ളൂവെന്നത് ഇടത് കേന്ദ്രങ്ങളെയാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. വയനാട് ജില്ലയിലെ 3 മണ്ഡലങ്ങളിലെ 170-ലേറെ ബൂത്തുകളിൽ ബി.ജെ.പിക്കും പിറകിലാണ് CPIയുടെ സ്ഥാനം. ഇത് പാർട്ടിക്കകത്തും ഇടതുമുന്നണിയിലും വൻ പ്രകമ്പനമാണ് സൃഷ്ടിക്കുന്നത്. കൂറ്റൻ തോൽവിയേക്കാളും വലിയ മാനക്കേടാണ് പുതിയ കണക്കുകളെന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം. വയനാട് ജില്ലയിലെ 3 മണ്ഡലങ്ങളായ സുൽത്താൻ ബത്തേരി, മാനന്തവാടി, കൽപ്പറ്റ എന്നിവിടങ്ങളിൽ LDFന് കനത്ത വോട്ട് ചോർച്ചയാണുണ്ടായത്. ഈ തിരിച്ചടിയിൽ കനത്ത നിരാശയിലാണ് ഇടതു നേതൃത്വം. സത്യൻ മൊകേരിയെ പോലുള്ള ഒരു മുതിർന്ന നേതാവിനെ അപമാനിക്കും വിധത്തിലാണ് കാര്യങ്ങളുള്ളത്. ആകെയുള്ള 578 ബൂത്തുകളിൽ 561-ലും UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിക്കാണ് ലീഡ്. ബാക്കി 17-ൽ 13 ബൂത്തുകളിൽ LDFലെ സത്യൻ മൊകേരിയും 4-ഇടങ്ങളിൽ NDAയുടെ നവ്യ ഹരിദാസും ഒന്നാമതെത്തി. മന്ത്രി OR കേളുവിന്റെ മണ്ഡലമായ മാനന്തവാടിയിലും പ്രിയങ്ക ഗാന്ധിക്കാണ് നേട്ടമുണ്ടായത്. LDF ശക്തികേന്ദ്രമായ മന്ത്രിയുടെ സ്വന്തം തിരുനെല്ലി പഞ്ചായത്തിലും UDFനാണ് ലീഡ്. 241 വോട്ടിന്റെ ലീഡാണ് ഇവിടെ പ്രിയങ്ക ഗാന്ധി നേടിയത്. മുള്ളൻകൊല്ലി, പുൽപ്പള്ളി, പൂതാടി പഞ്ചായത്തുകളിൽ NDA 2-ാം സ്ഥാനത്താണ്. ബത്തേരി നഗരസഭയിൽ കഴിഞ്ഞ തവണ 5 ബൂത്തുകളിൽ മാത്രം 2-ാം സ്ഥാനത്തായിരുന്ന NDAക്ക് ഇത്തവണ നവ്യയിലൂടെ 14 ബൂത്തുകളിലേക്ക് രണ്ടാമത് എത്താനായതും ശ്രദ്ധേയമാണ്. സംഘപരിവാർ വോട്ടിനപ്പുറം പല സ്ഥലങ്ങളിലും ക്രിസ്തീയ സഭാ വോട്ടുകളും നേടാൻ ബി.ജെ.പിക്ക് സാധിച്ചുവെന്നാണ് വിലയിരുത്തൽ. CPI സ്ഥാനാർത്ഥിക്ക് CPM വോട്ടുകൾ വീണില്ലെന്നും പോളിംഗിൽ വന്ന താഴ്ച CPM വോട്ടുകൾ പോൾ ചെയ്യിക്കുന്നതിൽ വന്ന അലംഭാവം കാരണമാണെന്നും CPI കുറ്റപ്പെടുത്തി കഴിഞ്ഞു. ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷി എന്ന നിലയിൽ മത്സരത്തിൽ നിന്നും മാറി നിൽക്കുന്നതായിരുന്നു ഉചിതം എന്ന് കരുതുന്നവരുമുണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരെ ആനി രാജ മത്സരിച്ചപ്പോൾ ലഭിച്ചതിനേക്കാൾ 71,616 വോട്ടുകൾ കുറഞ്ഞതിനു പുറമെ ബൂത്തുകളിൽ ബി.ജെ.പിക്കും പിറകിലേക്ക് കൂപ്പുകുത്തിയത് തീർത്തും അപ്രതീക്ഷിതമാണെന്നും എല്ലാം ഇഴപിരിച്ച് പരിശോധിച്ച് തുടർ നടപടികൾ ഉണ്ടാകുമെന്നുമാണ് നേതാക്കൾ പറയുന്നത്. ഇഴപിരിച്ച് പരിശോധിച്ച് ഒടുവിൽ സവാള തൊലി കളഞ്ഞതുപോലെയാകുമോ എന്നാണ് ഇടതനുഭാവികളുടെ ആശങ്ക.